മാഷാ അല്ലാഹ്. ആ കുട്ടി സമ്മാനം സ്വീകരിക്കുന്ന ഒരു വീഡിയോ ഇന്ന് രാവിലെ ഞാൻ കണ്ടപ്പോൾ, നിങ്ങളെ കൂട്ടത്തിൽ പലരും കണ്ടിരിക്കാം. ഞാൻ പല തവണ ഇത് ആവർത്തിച്ചു കണ്ടു. അൽഹംദുലില്ലാ, ആ കുട്ടി ആ സ്വീകരിക്കുന്ന ആ ഒരു പക്വതയുണ്ടല്ലോ. ഞാൻ മുസ്ലിമാണ്, എൻ്റെ സംസ്കാരം ഇതാണ്. അത്ര വലിയ നിറഞ്ഞു കിടക്കുന്ന സദസ്സിൽ പോലും തൻ്റെ പരിശുദ്ധമായ ദീനിനെ വെറുക്കുന്ന ഒരു കാര്യം പോലും, അപരിശുദ്ധമായ ദീൻ അടിവറച്ചുകൊണ്ട് തന്നെ ഞാൻ ജീവിക്കുമെന്ന് ആ ജനങ്ങളെ മുമ്പിൽ കാണിച്ചു കൊടുത്തു. ഒരു മുസ്ലിമായി ജീവിച്ചാൽ മതി, ഒരുപാട് പ്രഭാഷണം നടത്തേണ്ടതില്ല. നോക്കൂ, ആ പെൺകുട്ടി സമ്മാനം നൽകുമ്പോൾ പരിശുദ്ധമായ ദീൻ അന്യസ്ത്രീയെ നോക്കലും സ്പർശിക്കലും ഹറാമാണ്. നിർവാഹമില്ലാതെ സമ്മാനം സ്വീകരിക്കുന്നുണ്ട്. അവസാനം കൈ കൊടുക്കാൻ പോകുമ്പോൾ കൈ അത് നിരസിക്കുന്ന ആ ഒരു മനോഹരമായ കാഴ്ച, ആ സന്തോഷിക്കുന്ന വേളയിൽ ആരും മതിമറന്നു പോകും. ആ സമയത്ത് ഇത് സാരമില്ല, കാരണം അതൊരു വിഷയമല്ല എന്ന രീതിയിൽ കാണുന്ന ഒരു സാഹചര്യത്തിൽ പോലും അത് നമ്മുടെ മക്കളെ ഇതുപോലെ വളർത്തണം. മാഷാ അല്ലാഹ്. അല്ലാഹു ആ കുട്ടിയെ വലിയൊരു പണ്ഡിതനാക്കട്ടെ. നമ്മുടെ മക്കൾ ഇതുപോലെയായാൽ തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർ ഏത് സ്ഥലത്ത് പോയാലും ഭയപ്പെടേണ്ടതില്ല. ഒരിക്കലും നിങ്ങളെ മകനെക്കുറിച്ചോ അല്ലെങ്കിൽ മകളെക്കുറിച്ചോ ഒരിക്കലും ഒന്നും കേൾക്കേണ്ടി വരില്ല. അവൻ്റെ കൂടെ വിളിച്ചോടി, ഇവൻ്റെ കൂടെ വിളിച്ചോടി, അന്യപുരുഷനെ കാണുമ്പോൾ തന്നെ ഇത് അള്ളാഹിൻ്റെ ദീൻ ഇഷ്ടമില്ലാത്തത്, അപ്പം തന്നെ അതിന് വിരമിച്ച് നിൽക്കും. പിന്നെയല്ലേ അവിടെ പലതും നടക്കുന്നത്, സ്നേഹം, പ്രേമം, പലതും. ഇത് പലതും നടക്കുന്നുണ്ടല്ലോ അന്യരുടെ കൂടെ. സ്വന്തം മുസ്ലിമല്ല, മറ്റു മതസ്ഥരെ കൂടെ ഓടി നടക്കുന്ന എന്തുകൊണ്ടാണ്? ആ വളർത്തു ദോഷമാണ്. വീട്ടിൽ മക്കളെ ഇതുപോലെ വളർത്തി നോക്ക്. മക്കളെ എവിടെ പോയി പഠിക്കാൻ പോയാലും, ഏത് സ്കൂളിൽ പോയാലും, ഏത് സാഹചര്യത്തിൽ പോയാലും ഒരിക്കലും ജീവൻ വരെ പണയം വെച്ചാൽ പരിശുദ്ധമായ ദീൻ പറഞ്ഞതുപോലെ അതിൽ അടിയുറച്ച് ജീവിക്കും. അതിന് മനോഹരമായ ഉദാഹരണമാണ് ഈ കുട്ടി. എല്ലാ സദസ്സിലും സന്തോഷിപ്പിക്കുന്ന, സന്തോഷത്തിന് നൽകുന്ന, സന്മാനം സ്വീകരിക്കുന്ന വേളയിൽ പോലും ദീനെതിരായൊരു സന്തോഷം എനിക്ക് വേണ്ട, കാണിച്ചു കൊടുത്തു. ഇങ്ങനെ നമ്മുടെ മക്കളെ വളർത്തിയാൽ ഭാവിയിൽ നമ്മുടെ മക്കൾ ഏത് സ്ഥലത്ത് പോയാലും എവിടെ പോയാലും ഒരു പേടും പേടിക്കേണ്ട. ആ മക്കള് അൽഹംദുലില്ലാ ആ പരിശുദ്ധമായ ദീൻ തന്നെ അടിവറച്ച് ജീവിക്കും. അള്ളാഹു മരണം വരെ ദീനിൽ അടിവറച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സന്തോഷം ഘട്ടമാകട്ടെ, ദുഃഖം ഘട്ടമാകട്ടെ, പ്രയാസത്തിലാകട്ടെ, ഏത് സമയത്തും ദീനെ മുറുകെ പിടിച്ചു കണ്ടേ ജീവിക്കണം. ഏത് തന്നെ പ്രയാസം വന്നപ്പോൾ അത് വിട്ട് കളിയില്ല, വളരെ പക്വതയോടുകൂടി പെരുമാറുന്ന ആ മനോഹരമായ കാഴ്ച നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. ഈ രീതിയിൽ നമ്മുടെ പെൺകുട്ടികളെ വളർത്ത്, ആൺകുട്ടികളെ വളർത്ത്. പിന്നെ നാം ഒരിക്കലും പേടിക്കേണ്ടതില്ലല്ലോ. അതിനുവേണ്ടി എന്നും അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയം മാറി മറിക്കുന്നവൻ സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്, ദീനിൽ എൻ്റെ മക്കളെ നീ അടിവറച്ച് നിർത്തണേ അല്ലാ. എന്നെയും എൻ്റെ മക്കളെ അടിവറച്ച് ദീനിൽ അടിവറച്ച് നമ്മുടെ മക്കളെ നിർത്തിയാൽ, നാം അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിൽ അള്ളാഹു എപ്പോഴും നമ്മളെ കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമ്മുടെ മക്കൾക്ക് ഇട്ടുകൊടുത്താൽ മതി. മറ്റൊന്നും വേണ്ട. ആ ഒരു യഥാർത്ഥ ഒരു അള്ളാഹു കാണുന്നുണ്ട്, എപ്പോഴും അള്ളാഹു വീക്ഷിക്കുന്നുണ്ട് എന്നൊരു ഓർമ്മ നമ്മുടെ മക്കൾക്ക് കൊടുത്താൽ അൽഹംദുലില്ലാ, ആ മക്കള് ഏത് സാഹചര്യത്തിലായാലും ഏത് സന്ദർഭത്തിലായാലും അള്ളാഹുവിനെ വിട്ടവർ കളിക്കൂല. ഈ കുട്ടിയുടെ ആ മനോഹരമായ രംഗം ഞാൻ ഇന്ന് രാവിലെ കാണുമ്പോൾ വലിയ സന്തോഷമായി. വീണ്ടും വീണ്ടും പല തവണ ഇത് ആവർത്തിച്ച് കണ്ടു. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളും ഉഖ്റവീങ്ങളാക്കട്ടെ, നല്ല മുത്തഖീങ്ങളാക്കട്ടെ. മരണം വരെ ഏത് സാഹചര്യത്തിലും സന്ദർഭത്തിലും പരിശുദ്ധമായ ദീൻ അടിവറച്ച് നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.